ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിക്കുമെന്നും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയുമെന്നും ഉറപ്പായതോടെ EP ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ വ്യാജ വാർത്തയിറക്കി മാധ്യമങ്ങൾ. കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരമൊരു വ്യാജ വാർത്ത മാധ്യമങ്ങൾ സംഘടിതമായി പുറത്തുവിട്ടത്. UDF കേന്ദ്രങ്ങളിലെ ചില ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് ഇത്തരമൊരു വ്യാജ പ്രചാരണം ചേലക്കര വയനാട് വോട്ടെടുപ്പ് ദിവസം തന്നെ പുറത്തുവിട്ടത്. വയനാട്ടിലും ചേലക്കരയിലും പാലക്കാട്ടുമൊക്കെ UDF കടുത്ത പ്രതിരോധത്തിലാണ്. വയനാട്ടിൽ പുഴുവരിച്ച കിറ്റും കോളനികൾ കേന്ദ്രീകരിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ പേരിൽ പാരിതോഷികങ്ങൾ നൽകിയതും പുറത്തു വന്നിരുന്നു. ഇതിനു തൊട്ടു മുൻപാണ് പാലക്കാട്ട് UDF നേതാക്കൾ താമസിച്ച ഹോട്ടലിലേക്ക് കോടികളുടെ കള്ളപ്പണം കൊണ്ടുവന്നത്. ഇതും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ അക്രമം നടത്തിയും വിവാദങ്ങൾ ഉണ്ടാക്കിയും കോൺഗ്രസ് കള്ളപ്പണം മറ്റൊരിടത്തേക്ക് മാറ്റിയെന്ന ആരോപണവും നിലനിൽക്കുന്നു. ചേലക്കരയിൽ പോളിംഗിന് ഒരു ദിവസം മുൻപ് കാറിൽ കടത്തിയ ലക്ഷങ്ങൾ പിടികൂടിയിരുന്നു. ഇതിനും സംശയമുന കോൺഗ്രസിന് നേരെയാണ്. ഇത്രയേറെ കടുത്ത പ്രതിരോധത്തിലായതോടെയാണ് കെട്ടിച്ചമച്ച ആത്മകഥ വാർത്താ സംഘടിതമായി ചിലർ പുറത്തുവിട്ടത്. UDFിലെ ചില നേതാക്കൾ നൽകിയ വാറോലയുടെ അടിസ്ഥാനത്തിൽ വസ്തുത പോലും അന്വേഷിക്കാതെ മാധ്യമങ്ങൾ വലിയ വിവാദമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് മാധ്യമങ്ങൾ EP ജയരാജന്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ എന്ന് അവകാശപ്പെട്ട് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചത്. EP ജയരാജൻ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നായിരുന്നു അവകാശവാദം. എഴുതിത്തീരാത്ത ആത്മകഥയുടെ കവർ പേജ് ഉൾപ്പെടെ കാണിച്ചായിരുന്നു വ്യാജ വാർത്ത പുറത്തു വന്നിരുന്നത്. രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് EP ജയരാജൻ എന്നൊക്കെയായിരുന്നു തലക്കെട്ടുകൾ. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വ്യാജവാർത്ത പുറത്തുവിട്ടത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിലും പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പുഴുവരിച്ച കിറ്റ് വിതരണം ചെയ്ത UDF പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെയായിരുന്നു മുസ്ലിം ലീഗും. വയനാട്ടിലെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ലീഗിനെ പതാക വിലക്കിയതും പ്രവർത്തകരെ സജീവമായി പങ്കെടുപ്പിക്കാത്തതിലും വലിയ വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് കടുത്ത അമർഷമുണ്ട്. വയനാട്ടിൽ LDF വലിയ തോതിൽ മുന്നേറ്റം നടത്തുമെന്ന സാഹചര്യം വന്നതോടെയാണ് UDFന്റെ പാരിതോഷിക വിവാദം കൂടി പുറം ലോകം അറിയുന്നത്. ഇതോടെയാണ് വ്യാജ വാർത്തകൾ ഇറക്കി പിടിച്ചു നിൽക്കാൻ UDF ശ്രമിക്കുന്നതും. LDF മുന്നേറ്റത്തിന് തടയിടാൻ മാത്യു കുഴൽനാടനെയും KC വേണുഗോപാലിനെയും ഉപയോഗിച്ച് മറ്റൊരു വ്യാജവാർത്ത പ്രചരിപ്പിക്കാൻ UDF ശ്രമിച്ചിരുന്നു. എന്നാൽ ഇത് തുടക്കത്തിലേ ചീറ്റി. ഇതോടെയാണ് EP-യുടെ പേരിൽ വ്യാജ വാർത്ത ഇറക്കി പിടിച്ചു നിൽക്കാൻ പുതിയ നീക്കം തുടങ്ങിയത്. എന്നാൽ തൻ്റേതെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന ഒരക്ഷരം പോലും താൻ പറഞ്ഞിട്ടില്ലെന്നും ഒറ്റ പേജ് പോലും പ്രസിദ്ധീകരിക്കാനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും EP ജയരാജൻ തുറന്നടിച്ചു. DC ബുക്സുമായി ഒരു കരാറുമില്ല. മാതൃഭൂമിയും DC ബുക്സും ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനായി സമീപിച്ചിരുന്നു. ആലോചിച്ച് പറയാമെന്ന് മാത്രമായിരുന്നു മറുപടി നൽകിയത്. താൻ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നതും. തെരഞ്ഞെടുപ്പ് ദിവസം ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു വ്യാജ വാർത്ത ഉൽപാദനം. വിഷയത്തിൽ EP ജയരാജന്റെ വിശദീകരണം കൊടുത്തതാകട്ടെ അപൂർണമായും.